ഹലോ, അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി പോകുന്നത് ഡക്ക് റോസ്റ്റ് ആണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ ഡക്ക് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള കനം കുറഞ്ഞ് രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ചെറിയ ഉള്ളി എടുക്കാൻ പറ്റുമോ അത്രമാത്രം എടുക്കുക. കാരണം ചെറിയ ഉള്ളിയുടെ കണ്ടൻറ്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡക്ക് റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ മസാല ഐറ്റംസിന് നോക്കുമ്പോൾ മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ. ഇനി ഞാനിവിടെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നിടത്തോളം കൂട്ടാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ തേങ്ങാക്കൊത്ത് ഉപയോഗിക്കേണ്ട. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എടുത്തിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ ചതച്ച് എടുക്കുക, ജിഞ്ചറും ഗാർലിക്കും. പിന്നെ താളിക്കാനായിട്ടുള്ള ഐറ്റംസ് കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡക്ക് റോസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡക്ക് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് പാൻ അല്ലെങ്കിൽ നമ്മുടെ ഏത് പാത്രമെന്ന് വെച്ചാൽ അത് വയ്ക്കുക. അത് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിലെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് താളിക്കാനായിട്ട്. ഞാനിവിടെ 2 സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ മൂത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മുടെ തേങ്ങ ജസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മുടെ സവാളയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഇപ്പോൾ സവാള എല്ലായിടത്തും യോജിച്ച് കഴിഞ്ഞു. ഇനി ചെറിയ ഉള്ളി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല കംപ്ലീറ്റ് ഉള്ളിയിൽ പിടിച്ച് അതിൻ്റെ ആ ഒരു മണം വരണം. നന്നായിട്ട് ചൂടായി മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിയിൽ പിടിച്ചു വന്നു. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്.
വെള്ളം ചൂടായി ജസ്റ്റ് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ് കലക്കിയാണ് എടുത്തിരിക്കുന്നത്, പൊടിയുപ്പല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇടാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത് ഒരു 3/4 മണിക്കൂറോളം തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം അതുവരെ. അപ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഐറ്റം ഇവിടെ പരിവായി കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ചും കൂടെ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാട് ഗ്രേവി ഇല്ലാത്ത, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള, എന്നാൽ അത്യാവശ്യം വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഒരു പരുവത്തിലാണ് നമ്മൾ ഡക്ക് റോസ്റ്റ് റെഡിയായി എടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം, നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ തന്നെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.